ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിൽ നിന്നും ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലേക്കുള്ള യാത്രയിൽ കാണുന്ന കാറ്റാടിപ്പാടങ്ങളാണ്, വിൻമിൽസ്. നമ്മൾ ഹംഗറിയുടെ ബോർഡറിൻ്റെ മുമ്പായിട്ട് ഒരു 10-60 കിലോമീറ്റർ മുമ്പേ തുടങ്ങും ഈ കാറ്റാടിപ്പാടങ്ങൾ. വഴിയുടെ രണ്ട് സൈഡിലും നിറയെ കാറ്റാടി ഈ വിൻമിൽസാണ്. അതിങ്ങനെ പതിയെ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രിയൻ അതിർത്തിയിൽ നിന്ന് ബുഡാപെസ്റ്റിലേക്ക് ഞങ്ങളുടെ യാത്ര തുടരുമ്പോൾ കാറ്റാടി മില്ലുകൾ ഗ്രാമപ്രദേശങ്ങളിലെ ഒരു പ്രധാന സവിശേഷതയായി മാറുന്നു. സുസ്ഥിര ഊർജ സമ്പ്രദായങ്ങളുടെ സംരക്ഷകരായി നിലകൊള്ളുന്നു ഇവ. അവയുടെ ഉയർന്ന രൂപങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ലാൻഡ്സ്കേപ്പിൽ ഡോട്ട് ചെയ്യുന്നു. അവയുടെ ബ്ലേഡുകൾ മനോഹരമായി വായുവിനെ കീറിമുറിക്കുന്നു. ഓരോ കാറ്റാടി മില്ലും തന്ത്രപരമായി സ്ഥാപിച്ചിരിക്കുന്നു. കാറ്റുള്ള സമതലങ്ങൾക്കും മൃദുവായ ചെരുവുകൾക്കും പേരുകെട്ട ഈ പ്രദേശത്ത് കാറ്റിൻ്റെ ഊർജം പരമാവധി പിടിച്ചെടുക്കുന്നു. ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള രാജ്യത്തിൻ്റെ സജീവമായ സമീപനം പ്രദർശിപ്പിച്ചുകൊണ്ട് പുനരുപയോഗിക്കാവുന്ന ഊർജ സാങ്കേതിക വിദ്യകൾ ഓസ്ട്രിയ സ്വീകരിക്കുന്നതിൻ്റെ തെളിവായി ഇവ നിലകൊള്ളുന്നു. നമ്മളിപ്പം റോഡിൻ്റെ വലതുവശത്തായിട്ട് കാറ്റാടികൾ ഇങ്ങനെ കറങ്ങുന്ന കാണാം. ഗ്രാമപ്രദേശങ്ങളിൽ ചിതറിക്കിടക്കുന്ന കാറ്റാടി മില്ലുകൾ അവയുടെ പ്രവർത്തനത്തിലും രൂപകൽപ്പനയിലും ഏതാണ്ട് കാവ്യാത്മകമായി നമുക്ക് തോന്നുന്നുണ്ട്. ചിലത് മുമ്പേ കണ്ട പോലെ ഏകാന്തമായി നിലകൊള്ളുന്നു, മറ്റു ചിലത് ക്ലസ്റ്ററുകളായി മാറുന്നു. ചിലയിടത്ത് അടുപ്പിച്ച് ഇങ്ങനെ കുറേ എണ്ണം കാണാം, എന്നാൽ മറ്റു ചിലയിടത്ത് സ്കാറ്റർ ചെയ്താണ് കാണുന്നത്. അവയുടെ വെളുത്ത ഘടനകൾ പച്ചപ്പിനും നീലാകാശത്തിനുമെതിരായി വ്യക്തമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവയുടെ ബ്ലേഡുകളുടെ താളാത്മകമായ ആ തിരിവ് ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഗ്രാമീണ ഓസ്ട്രിയയുടെ ശാന്തതയുമായി സാങ്കേതികവിദ്യയുടെ യോജിപ്പിനെ സമന്വയിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആകാശം വളരെ ക്ലിയറായി, മഴമേഘങ്ങളെല്ലാം പെയ്തൊഴിഞ്ഞു. നമ്മൾ ഓസ്ട്രേലിയ യാത്ര തിരിക്കുമ്പം ആകാശം മേഘാവൃതമായിരുന്നു, മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. ഇപ്പം വളരെ ചെറിയ 1, 2, 3 ക്ലൗഡ്സ് മാത്രമേ നമ്മളിപ്പം കാണുന്നുള്ളൂ. ബാക്കിയുള്ള ആ മഴമേഘങ്ങളൊക്കെ പെയ്തൊഴിഞ്ഞു പോയി. നല്ല അന്തരീക്ഷം കാണാൻ നല്ല ബ്രൈറ്റായിട്ടുള്ളൊരു സമയമാണ്. അതിങ്ങനെ അതിൻ്റെ ബ്ലേഡുകൾ ഇതിങ്ങനെ പതിയെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൂരെ നിന്ന് കാറ്റാടി യന്ത്രങ്ങൾ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച സൃഷ്ടിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ സൂര്യോദയ സമയത്തോ സൂര്യാസ്തമയ സമയത്തോ അവയുടെ വെളുത്ത ബ്ലേഡുകൾ ആകാശത്തിൻ്റെ സ്വർണ്ണ നിറങ്ങൾ പിടിക്കുമ്പോൾ ചുറ്റുമുള്ള വയലുകളും വനങ്ങളും മനോഹരമായൊരു ക്രമീകരണം നൽകുന്നു. ഇത് പ്രകൃതി സൗന്ദര്യവും സാങ്കേതികത്വവും തമ്മിലുള്ള വൈരുദ്ധ്യം വർദ്ധിപ്പിക്കുന്നു. ഈ കാറ്റാടി മില്ലുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കും സമൂഹ വികസനത്തിനും സംഭാവന ചെയ്യുന്നു. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിലും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിലും ശുദ്ധമായ ഊർജ പരിഹാരങ്ങൾ നിർണായക പങ്കുവഹിക്കുന്ന കൂടുതൽ സുസ്ഥിരമായ ഭാവിയിലേക്കുള്ള മാറ്റത്തെ അവരുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു. ഇവിടെ എല്ലാം നമ്മൾ മുന്നോട്ട് നോക്കുമ്പോഴെല്ലാം രണ്ട് സൈഡിൽ ഇങ്ങനെ നിറയെ കാറ്റാടികൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടത്
മിക്കവാറും കാറ്റാടികളുടെ ലീഫിൻ്റെ ലെങ്ത് ഒരുപോലെ കുറവാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ മാത്രം ചില മെയ്ക്കിൻ്റെ ആണെന്ന് തോന്നുന്നു കാറ്റാടികളുടെ ലീഫിന് സ്വല്പം നീള കൂടുതലുള്ള നമ്മൾ കണ്ടു. അത് ഓരോ കമ്പനികളുടെ ഡിഫറൻസ് ആണെന്ന് തോന്നുന്നു, മെയ്ക്കിൻ്റെ ഒരു വ്യത്യാസം പോലെ തോന്നുന്നു. ഇങ്ങനെ നമ്മൾ നേരെ നോക്കുമ്പോഴത്തേനും നിറയെ കാറ്റാടി ഈ വിൻമിൽസാണ് ഇങ്ങനെ രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് കാണുന്നത്. ഇതെല്ലാം ഈ കൃഷിസ്ഥലങ്ങളുടെ ഇടയിലാണ്. കൃഷിസ്ഥലങ്ങളൊന്നും നശിപ്പിച്ചുകൊണ്ടല്ല, അവിടെ നല്ല നിറയെ കൃഷിയും പച്ചപ്പും പച്ചപ്പട്ട് പോലെ ആണ് അവിടുത്തെ കൃഷിയിടങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അങ്ങിങ്ങായി ഈ ഇതും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് കൃഷിയും ഈ ഇലക്ട്രിസിറ്റി ജനറേഷനോടെ ഇങ്ങനെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. എല്ലാം നല്ല കൃഷിയിടത്തിൻ്റെ ഇവിടെ എല്ലാം പല സ്ഥലങ്ങളിലും നില ഒരുക്കിയിട്ടിരിക്കുന്നു, പലയിടത്തും കൃഷി നല്ല രീതിയിൽ പച്ചപ്പായിട്ട് നിൽക്കുന്നു. അപ്പം ഈ കൃഷിയും ഈ ഇത് വിൻമിൽ ജനറേഷനും വിൻമില്ലിലൂടെയുള്ള ഇലക്ട്രിക് ജനറേഷനും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ആ ഒരു പോക്ക്. സഞ്ചാരികൾ ഈ ഭൂപ്രകൃതിയിലൂടെ കടന്നു പോകുമ്പോൾ കാറ്റാടി മില്ലുകൾ പുരോഗതിയുടെയും പ്രതീക്ഷയുടെയും വിളക്കുമാടങ്ങളായി വർത്തിക്കുന്നു. ഹരിതവും കൂടുതൽ പരിസ്ഥിതി ബോധവുമുള്ള ഒരു ലോകത്തിലേക്ക് ഇവ നമ്മെ നയിക്കുന്നു. സാങ്കേതികവിദ്യ, പ്രകൃതി, ഭാവി തലമുറകൾക്കായി നമ്മുടെ ഗ്രഹത്തെ സംരക്ഷിക്കുന്നതിനുള്ള കൂട്ടായ ഉത്തരവാദിത്വം എന്നിവയുടെ ഒരു പ്രതിഫലനം നൽകുന്നു. നമ്മൾ ഹംഗറി അതിർത്തിയോട് അടുക്കുമ്പോൾ പ്രകൃതി ഭംഗിയും മനുഷ്യ സ്വാധീനവും സമന്വയിപ്പിച്ചുകൊണ്ട് ഭൂപ്രകൃതി വികസിച്ചുകൊണ്ടിരിക്കുന്നു. വയലുകളും ഇടയ്ക്കിടെ മരക്കൂട്ടങ്ങളും നിറഞ്ഞ സാവധാനത്തിൽ അലയടിക്കുന്ന ഭൂപ്രകൃതിയിലൂടെ റോഡ് വളയുന്നു. പച്ചപ്പിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന പരമ്പരാഗത ഓസ്ട്രിയൻ ഫാം ഹൗസുകളുടെയും കളപ്പുരകളുടെയും ദൃശ്യങ്ങൾ ഈ വിസ്താരം പലപ്പോഴും നൽകുന്നു. അതിർത്തിയോട് അടുക്കുമ്പോൾ പരിവർത്തനത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു. വാസ്തുവിദ്യയും അടിസ്ഥാന സൗകര്യങ്ങളും സൂക്ഷ്മമായി ഹംഗേറിയൻ സ്വാധീനങ്ങളെ പ്രതിഫലിപ്പിക്കാൻ തുടങ്ങുന്നു. ക്രോസിംഗ് പോയിന്റിനപ്പുറം നമ്മെ കാത്തിരിക്കുന്ന സാംസ്കാരിക മാറ്റത്തെക്കുറിച്ച് നമുക്ക് സൂചന നൽകുന്നു. പ്രാദേശിക ഭൂപ്രദേശങ്ങളും ജനവാസ പാറ്റേണുകളും പ്രതിഫലിപ്പിക്കുന്ന ഇടവിട്ട റോഡ് വീതി കൂടുകയോ ഇടുങ്ങിയതയോ ചെയ്യാം. ഇപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് കൃഷി സ്ഥലങ്ങൾ മാത്രമായിട്ടുള്ള സ്ഥലത്തോട്ട് നമ്മൾ കടന്നു പോകുന്നത്. യാത്രയുടെ ഈ ഭാഗം ഒരു ധാന്യാത്മക നിമിഷം പ്രദാനം ചെയ്യുന്നു. അവിടെ കടന്നു പോകുന്ന പ്രകൃതി ഓസ്ട്രിയയും ഹംഗറിയും തമ്മിലുള്ള ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ ബന്ധങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. അതിർത്തികൾ രാഷ്ട്രീയ അതിരുകൾ അടയാളപ്പെടുത്തുമ്പോൾ അയൽ പ്രദേശങ്ങളെ സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും എങ്ങനെ ബന്ധിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാവുന്നു. ഇവിടെ എല്ലാം നല്ല സൈഡിലെല്ലാം നല്ല പച്ചപ്പെട്ട ഒരു വിരിച്ചു പോലെയുള്ള കൃഷിയിടങ്ങളാണ്. രണ്ട് സൈഡിലും അതുപോലെ തന്നെ ഇങ്ങനെ നിരന്നു കിടക്കുന്ന കൃഷിയിടങ്ങളാണ് മുഴുവനും. സഞ്ചാരികൾ എന്ന നിലയിൽ ഞങ്ങൾ ഓസ്ട്രിയയിൽ നിന്ന് ഞങ്ങളുടെ യാത്രയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഹംഗറി എന്താണ് വാഗ്ദാനം ചെയ്യുന്നതെന്ന് പരീക്ഷണം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പ്രകൃതിദൃശ്യങ്ങളിലും അന്തരീക്ഷത്തിലും വരാനിരിക്കുന്ന മാറ്റങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഹംഗറിയോടെ ഏതാണ്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹംഗറിയുടെ ചെക്ക് പോസ്റ്റ് വരെയാണ് ഈ വീഡിയോ. നമ്മുടെ ബെന്നീസ് വ്ലോഗ്സ് ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന ആ മോള് വഴി ഒരു പാലം പോലെ കാണുന്ന ഇവിടെയാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ്. നമുക്കിവിടെ അങ്ങോട്ട് പോകുന്നതായതുകൊണ്ട് ഹംഗറിയുടെ ചെക്ക് പോസ്റ്റാണ്. നമ്മുടെ ഈ ചെക്ക് പോസ്റ്റ് കടന്നു ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ വണ്ടി ഒതുക്കാൻ പോവുകയാണ്. ഇവിടെയാണ് അതിൻ്റെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ വണ്ടി ഇവിടെ ഒതുക്കി അവിടെ പോയി പേപ്പർ കാണിച്ച് പോകാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ച് ഉള്ളത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് ഇങ്ങോട്ട് ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോഴുള്ള ഇവിടെ എല്ലാം കാറുകൾ കിടപ്പുണ്ട്. ആൾക്കാർ വന്ന് പോകുന്ന കാറ്റാടിപ്പാടങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്രയുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.